വെൽക്കം ടു ട്രൈഡോട്ട്. നമുക്കിന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. നോക്കിയാൽ കാണാം, കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് ഇതിന്റെ മുകളിൽ പോയിട്ടില്ല. ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് നോക്കിയാൽ കാണാം, ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് നിന്ന ഒരു ഏരിയ ഉണ്ട്. താഴോട്ട് ഇവിടെയും നോക്കിയാൽ കാണാം, ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതിനെയും ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യം, ഇന്നലത്തെ ക്യാൻഡിലിന്റെ ലോയാണ്. ഒരുപക്ഷെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഏരിയനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് കാണുന്നുണ്ട്. ഇവിടെ ഒരു FEG ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അവിടേക്ക് എത്തുമെന്നുള്ള കാര്യം സംശയമാണ്, എന്നിരുന്നാലും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. അതിനു മുന്നേ ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രേഡ് എടുക്കുന്ന ആളുകൾ അതൊരു ഓർമ്മ വെച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. 1 അവറിന്റെ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. റിവേഴ്സൽ പാറ്റേൺ തന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ഈവനിങ് സ്റ്റാർ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി താഴാനുള്ളതാണ് സാധ്യത. മറ്റൊരു കാര്യം കൂടി നോക്കിയാൽ കാണാം, 1 അവറിൽ ഈ ഒരു ഏരിയ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള ഈ ഏരിയ നോക്കിയാൽ കാണാം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ അവിടെ നിന്നാണ് താഴോട്ടേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഈ റെഡ് ലൈൻ വരെ മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. നോക്കിയാൽ കാണാം, ഇത് ഒരു നല്ല ഒരു സപ്പോർട്ട് ഏരിയ ആണ്. മൾട്ടിപ്പിൾ ടൈം അവിടെ വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. മാത്രമല്ല, മുൻപ് ഈ ഒരു ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയതാണ്. അപ്പൊ ഈ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് 1 അവറിൽ ഇവിടെയും ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. 1 അവറിന്റെ ഒരു ട്രെൻഡ് നോക്കുന്ന സമയത്ത് താഴോട്ടേക്ക് തന്നെയാണ്. എനിവേ, ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇവിടെ ഒരു ഹൈനെ എടുത്തിട്ടാണ് ഈ താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ആവാനുള്ള സാധ്യതയില്ല. താഴോട്ടേക്ക് വന്നിട്ട് ഒന്നല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം ഈ റെഡ് ലൈൻ ക്രോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുന്നേ നോക്കിയാൽ കാണാം, കുറച്ച് തവണ മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ നിന്നിട്ടാണ് ഇവിടുന്ന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയത്. അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള സാധ്യതയും കൂടി, അല്ലെങ്കിൽ അവിടെ നിന്ന് റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. എനിവേ, നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ 50 മിനിറ്റ്സിന്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് താഴോട്ടേക്ക് തന്നെയാണ്. അപ്പൊ ഒരു ട്രേഡ് ഒരുപക്ഷെ നമുക്ക് മിസ്സായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെല്ലിംഗ് എൻട്രി എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സെല്ലിംഗ് എൻട്രി കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷെ മാർക്കറ്റ് നന്നായിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നതിന് ശേഷമാണ് അവിടേക്ക് വരുന്നതെങ്കിൽ ആ ഒരു സെല്ലിംഗ് എൻട്രി നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ടാർഗറ്റ് ഏറെക്കുറെ ഇവിടേക്കായിരിക്കും വരുന്നുണ്ടാവുക. ആ ഒരു ഏരിയ എന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബ്ലാക്ക് ലൈന് അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ഏരിയ ആണ് അടുത്ത ടാർഗറ്റ് വരുന്നത്. ഈ ഒരു സപ്പോർട്ട് ഏരിയയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 2986 വരെ വരാനൊക്കെയുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ അവിടേക്ക് എത്തുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. 2986 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയിലേക്ക് മാക്സിമം ടാർഗറ്റ് വെച്ചിട്ട് ഒഴിഞ്ഞു പോരുമായിരിക്കും നല്ലത്. ഇവിടെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ 2986 വരാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അപ്പോൾ ഒരു സെല്ലിംഗ് എൻട്രി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി ബൈയിങ് എൻട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ ഒരു ഏരിയയിൽ, ഈ റെഡ് ലൈനിലോ ബ്ലാക്ക് ലൈനിലോ ഈ സപ്പോർട്ടിൽ നിന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടിയതിന് ശേഷം ഒന്ന് റീടെസ്റ്റ്, വീണ്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടിയതിന് ശേഷം വരുന്ന റീടെസ്റ്റിൽ നമുക്ക് അടുത്തൊരു എൻട്രി എടുക്കാം. ആ ഒരു എൻട്രി എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ലെവൽ വരെ ആയിരിക്കാം. കാരണം അവിടെ നോക്കിയാൽ കാണാം, ഇവിടെയും മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്നു നിൽക്കുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത ഏരിയ ആണ്. മാത്രമല്ല, ഒരുപക്ഷെ ഈ
ഇപ്പൊ നിൽക്കുന്ന ഈ ക്യാൻഡിൽ മൂവ്മെന്റ് ഇവിടെ വന്നതിന് ശേഷമായിരിക്കാം താഴോട്ടേക്ക് ഇറങ്ങുക. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇവിടം വരെ നമുക്ക് ഒരു ട്രേഡ് നോക്കാവുന്നതാണ്. ഇനി അവിടെ നിന്ന് വീണ്ടും ഒരുപക്ഷെ താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരുപക്ഷെ നമുക്ക് മുകളിലോട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു റീടെസ്റ്റ് വരികയാണെങ്കിൽ വീണ്ടും ഇന്നലത്തെ ഹൈ എന്ന് പറയുന്ന ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. ബ്രേക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അതുകൂടി നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ട്രേഡ് എടുക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.